ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോളക്സിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിൽ ഇപ്പം നമ്മൾ ഏകദേശം 6 മാസമായി ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ട്. നമ്മൾ ഉണ്ടാക്കിയ പിന്നെ ക്ലീനേ ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ ഇതിൻ്റെ വെള്ളവും ചേഞ്ച് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പ്ലാന്റ്സ് എടുക്കണ്ടല്ലോ, അപ്പോൾ അവരെന്നെ ഇത് ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ചെയ്തോളും. അപ്പോൾ ഇപ്പോൾ അതേ കണ്ടില്ലേ, അക്കുറത്തിൻ്റെ അടിയിലൊക്കെ നിറച്ച് അഴുക്കായി തുടങ്ങി ഇവരുടെ വേസ്റ്റൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകണ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്വേറിയം ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. അക്വേറിയം ക്ലീനിങ് വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇവന് ഫീഡും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവനെ മാറ്റണതിന് മുമ്പ് ഇവന് തീറ്റിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര അഗ്രഷൻ കാണിക്കും. പിന്നെ എന്തായാലും ഒരു 1-2 ദിവസത്തിന് ഇവൻ ഫീഡും ചിലപ്പോൾ എടുക്കൂല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവന് ഫീഡ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കുഞ്ഞു മീനുകളാണ് കേട്ടോ. ഈ മീനുകളാണ് നമ്മൾ ഇപ്പോൾ ഇവന് ഫീഡായിട്ട് ഇട്ട് കൊടുക്കാൻ പോണത്. നമുക്ക് ദൈവൻ്റെ ഇത് മാറ്റാദ്യം. ഭയങ്കര അഗ്രഷനാണ് കേട്ടോ, ചാടാൻ നിൽക്കണ പോലെയാണ്. ഇവ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഗൈസ്, എന്നിട്ട് ഇട്ട് കൊടുക്കാൻ പോണ്. നമുക്ക് ആദ്യം വലുതിനെ തന്നെ ഇട്ട് കൊടുക്കാം. അമ്പ, എന്താ സ്ട്രൈക്ക്. പിന്നെ ഇത് വേറെ മീനുകളുടെ കുടലാണ് കേട്ടോ, ഇതും ഇട്ടെടുക്കുക. ഗൈസ്, പാടുപെടാണ്ടാ കഴിക്കാൻ. അവനൊന്ന് എയർ എടുത്ത് കഴിഞ്ഞാൽ അടുത്തത് കഴിക്കാൻ റെഡിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മ ഓവർ ഫീഡ് ചെയ്യരുതിട്ടാ, കാരണം അവനെ പിടിച്ച് മാറ്റുമല്ലോ. ഏതാ സ്ട്രൈക്ക്, പൊളി. അപ്പോൾ ഗൈസ്, അവനെ അക്വേറിയത്തിൽ നിന്ന് മാറ്റിയിടാനായിട്ട് നമ്മുടെ പണ്ടത്തെ ഒരു ടബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ടാങ്ക് കഴുകി വൃത്തിയാക്കി ഇതേ അതിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മുടെ സ്പ്രിങ് പാല ഫോക്സ് സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഇവന് ഇതിലേക്ക് ഇടുമ്പോൾ ഇവന് സ്ട്രെസ് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അടുത്തായിട്ട് ഇനി ഇവനെ പിടിക്കാം കേട്ടോ. കണ്ടില്ലേ, സൈസ് ഒത്ത സൈസായിട്ടാ. അപ്പോൾ ഇവന് ഇനി പിടിക്കാന്നുള്ളതാണ് ഇന്നൊരു ടാസ്ക്. അപ്പോൾ നോക്കട്ടെ, നമ്മുടെ നെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ ഷോൾ വെച്ച് തന്നെ നമുക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു വഴി ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവനെ പിടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതും വെച്ച് പിടിക്കാം കേട്ടോ. ഗൈസ്, നിലത്ത് വീണ് ഗൈസ്. അമ്പോ, ഭയങ്കര പെടയില്. പണ്ടാറ എവിടെ തുണി എടുത്തന്നെ. അപ്പൊ ഗൈസ്, അവനെ നമ്മ പിടിച്ചിട്ടുണ്ട്. അവന് ചിലപ്പോ നല്ല ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം. അമ്മേ, ഇതിപ്പോ കാര്യം എളുപ്പമായിട്ട് എന്തെങ്കിലും പറ്റിയോ നോക്കാം. ഇതിന്നും ചാടുവേ. കുറച്ചേരം ഇങ്ങനെയൊക്കെ എടുക്കട്ടെ കൈസ്. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാ. വന്നോ, അടി കൂടെ ഇവിടെയല്ലേ തുറക്കണേ. കണ്ട, ആള് സേഫാണ്. പേടിച്ചിട്ടാ ശരിക്ക് അറ്റത്തിരിക്കണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പുലിവാഹനെ നമ്മ തിരിച്ചതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവൻ നാടൻ മീനായോണ്ട് വലിയ സീനൊന്നും ഇല്ല ഇങ്ങനെ വീണാലും. പിന്നെ എന്താ പറയാ, ഇവൻ ഇങ്ങനെ ചാടാൻ കാരണം ഇവനെ നമ്മ മേടിച്ച പിന്നെ ഇവനെ നമ്മ ഇതിന്റെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല.
6 മാസമായിട്ട് അവൻ ഇതിൽ തന്നെയാണ് കിടക്കണത്. ഇതുവരെ നമ്മ ക്ലീൻ ചെയ്യാനായിട്ട് ഒന്നിനും വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് അവൻ ചാടിയത്. അപ്പം അത് കുഴപ്പമില്ല, നമുക്കിനി അടുത്ത വർക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഇതിലത്തെ വെള്ളം കളയാം. നമുക്ക് വെള്ളം മൊത്തം കോരിക്കളയാട്ടോ ആദ്യം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ അക്വറിയത്തിൽ കുറേ ചെടികൾ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇതെല്ലാം മാറ്റൂട്ടാ, എന്നിട്ട് ആകെ കുറച്ച് ചെടികളാണ് വെക്കണേ. അതിന് കാരണം വേറെ ഒന്നുമില്ല, നമ്മ പുലിവാഹന പെട്ടെന്ന് തന്നെ വേറൊരു പോണ്ട് ഉണ്ടാക്കിയിട്ട് മാറ്റണതായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഫണ്ടും കൂടെ സെറ്റാവാനുണ്ട്. അതും കൂടെ സെറ്റായാൽ പെട്ടെന്ന് തന്നെ ചെയ്യണമായിരിക്കും. പക്ഷെ നമുക്ക് അത്ര കാലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇപ്പം തന്നെ ഇതിൽ നിറച്ചഴുക്കായി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണേ. പിന്നെ ഗൈസ്, വേറെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നമ്മൾ ഇതിൽ പുലിവാഹനം മാറ്റുമല്ലോ ഈ അക്വറിയത്തിൽ നിന്ന്. അത് മാറ്റുമ്പോൾ ഈ അക്വറിയം പിന്നെ ഒഴിയുമല്ലോ, ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏത് മീനാണ് ഇതിൽ മേടിച്ചിടേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് വല്ല റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ മേടിച്ചിട്ടാലോ എന്നാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്യണതായിരിക്കും കേട്ടോ. റെഡ് ടെയിലിന് എടുക്കാൻ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനാകുമ്പോൾ വിലയും കുറവാണ്, പിന്നെ നല്ല മോൺസ്റ്ററും നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് തോന്നുന്നു അക്വറിയത്തിലിട്ടാൽ ഇത്രയും കൂടെ ഭംഗി ആയിരിക്കുമെന്ന്. പോരാത്തതിന് അവൻ നമ്മുടെ ഉണ്ടായിരുന്നിട്ട് ചത്തും കൂടെ പോയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അത് മേടിച്ചാലോ എന്ന് വിചാരിക്കണത്. പക്ഷേ നിങ്ങൾ പറയുന്നതാണ് ഗൈസ് മെയിൻ, നിങ്ങൾ പറ ഏത് മേടിക്കണമെന്ന്, എന്നിട്ട് നമ്മൾ അത് നോക്കി മേടിക്കണമായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് മറക്കാണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ അക്വറിയം പരിപാടിയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്വറിയം നമ്മൾ ഫുള്ള് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്, ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. നമുക്ക് കഴുകണതിൻ്റെ ഇടയിൽ അക്വറിയം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അറ്റത്ത്. അത് വേറെ കുഴപ്പമൊന്നുമില്ല, ലീക്കിംഗ് ഒന്നും വരില്ല, മേലെയല്ലേ. പിന്നെ ഇതേ കണ്ടില്ലേ, ഇത്രയും വന്നൊരു പീസ് അവിടെ നിന്ന് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും വന്നൊരു പീസ്. അപ്പോൾ ഇവിടെ മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സീനില്ല ഗൈസ്. നമ്മിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും, അതൊന്നും കുഴപ്പമില്ല. ബാക്കി ഇതേ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് മണ്ണും പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം വളരെ മിനിമലായിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കണേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി മണ്ണെടുത്തിട്ടുള്ളൂ. സെൻറ്റർ പോർഷനിൽ മാത്രമായിട്ട് ചെടി നടാനാണ് ഇപ്പോൾ ഒരു പ്ലാൻ. ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാന്റ് നടുമ്പോൾ ഒരു ഇത്തിരി മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ബാക്കി ഉള്ളത് നമ്മുടെ മീനിൻ്റെ വേസ്റ്റൊക്കെ ആയിട്ട് സെറ്റ് ആയിക്കോളും. സെൻറ്ററിൽ മെയിനായിട്ടും പിന്നെ ഇവിടെ സൈഡിൽ കുറച്ചായിട്ടും. അപ്പോൾ ഗൈസ്, മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സ്ഥലങ്ങളിൽ കല്ലിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കല്ല് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ ചില്ലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഗൈസ്, മണ്ണും കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം. മെയിനായിട്ടൊരു മാവ് പോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതാണ്ടോ നമ്മുടെ മെയിനായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. സെൻറ്ററിൽ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുക. അത് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ പ്ലാന്റ് എല്ലാം ഒരുമിച്ച് വെക്കാൻ പോകണ്ട. ഗൈസ്, ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഫാമൊക്കെ ചെറിയ രീതിയിൽ നിർത്തിയപ്പം
പുറത്ത് ടാങ്കിൽ വെച്ചേക്കായിരുന്നു. ആ ടാങ്കിൽ ഇത് ഫുള്ളായി നിറഞ്ഞ് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടായി വന്നിട്ട് അതുമാ. അപ്പോൾ നമുക്ക് ഇതും നമ്മുടെ അക്വേറിയത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ചെടി വെക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വെള്ളം ഫില്ല് ചെയ്യാം. അപ്പോൾ അതേ ഗൈസ്, നമ്മ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് വെള്ളം ഇത്തിരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും കലങ്ങും ഗൈസ്, കാരണം നമ്മുടെ ഈ മണ്ണിൻ്റെ മേലെ അധികം ഇലകളൊന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ ഫുള്ളോട് കല്ലുകൾ ഇടാൻ വെച്ചാലും കലങ്ങൂല. ഇത് നമ്മുടെ എല്ലാം പരിമിതമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് വെള്ളം കലങ്ങണത് നമുക്ക് സാരില്ലെന്ന് വയ്ക്കാം. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ ഗൈസ്, നമ്മുടെ അക്വേറിയത്തിൽ ഇതേ ഫുള്ള് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, നല്ല മൂടലായിരിക്കാണ്. പക്ഷെ ഞാൻ വിചാരിച്ചതിൽ മൂടൽ കുറവാണ് കേട്ടോ. ഞാൻ നല്ല കലങ്ങലാവുന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ എന്തായാലും ഇപ്പം നാളെ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഊറി റെഡി ആവും കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ റോളക്സിനെ പിടിച്ചതിലേക്ക് ഇടാം. ഇനി പിടിക്കുമ്പോൾ ചാടാവൂ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇത് തുറക്കാൻ പോകണ്ട. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത്, ക്യാമറയും കാര്യങ്ങളെല്ലാം. ഇതിൽ അവൻ്റെ ഷാഡോ ഒക്കെ കാണാം. അത് അവൻ ചാടാൻ റെഡിയായി നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് ഇത് തുറന്നല്ലേ പറ്റൂ. അല്ലെങ്കിൽ അടിയിൽ വെച്ചാലോ. അടിയിലത്തെ അവസ്ഥയായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണണേ, ഫുള്ള് ചെളിയായിട്ട്. കുഴപ്പമില്ല, ഒക്കെ നമുക്ക് തന്നെ റെഡിയാക്കാം. അല്ല, നമ്മൾ തന്നെ റെഡിയാക്കണം. അപ്പോൾ ആയോ, ഇറക്കി അടിയിൽ വെച്ചാലോ ആദ്യം, എന്നിട്ട് ചെയ്താലോ. ഇങ്ങനെ നീക്കി വയ്ക്കുക. ഗൈസ്, തുറക്കാൻ പോകണ്ട. കാണണ്ട ഗൈസ്, ഇവിടെ അതെ അറ്റത്തിരിക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. തുറന്നുണ്ട് ഗൈസ്. ടെൻഷൻ അടിച്ചിരിക്കാണ്ടാവൻ. വേറെ സീനൊന്നുമില്ല. ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് പിടിക്കാം ഗൈസ്. ഇതും വെച്ച് തന്നെ ഇതും വെച്ച് തന്നെ പിടിക്കാം ഗൈസ്. പതുക്കെ ഇങ്ങനെ ഇറക്കി പിടിക്കാം കേട്ടോ. എന്നാ വെച്ചാൽ ഇവനിങ്ങനെ പടക്കണാണ് എനിക്ക് പേടിയാവും. അതായത് എനിക്കുള്ള ധൈര്യം കൂടെ പോയിട്ട് ഇവനെ പിന്നെ പിടിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിയായിട്ടേ. അതാണ് നേരത്തെ വീണപ്പോൾ തന്നെ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റാണ്ടിരുന്നത്. ഒന്നാമത് ഇത്രയും വലിയ മീനുകളെ പിടിച്ചും എക്സ്പീരിയൻസ് ഇല്ല. ഇതേ ഗൈസ് കയറിയണ്ട. ഓ, ഇത് പ്രശ്നമാവും ഗൈസ്. ഇങ്ങനെ ആയ പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ വരണം. ഇതിപ്പോൾ ഞാൻ വീണ്ടും ചാടും കേട്ടോ. പ്രശ്നമാണ്. വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തായാലും അപ്പുറത്തേക്കും. അടിയിൽ പോകാൻ തീരെ കൂട്ടാക്കണില്ല കേട്ടാ. കണ്ട ഒറ്റയടിക്ക് പിടുത്തം കിട്ടണം കാശ് അവനെ. നീല കളറൊക്കെ കയറി തുടങ്ങിട്ടാ. ഇപ്പോൾ എൻ്റെ നീളം കാണിച്ചാറ ഏകദേശം കണ്ടില്ലേ, 1 ഫീറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. പിടിക്കാണ്ട് വേറെ വഴിയില്ല, എന്തായാലും പിടിക്കണം. ടബ് അടിയിൽ വയ്ക്കാം. എനിക്ക് പക്ഷേ പേടിയാവും പടക്കുമ്പോഴേക്കും. പിടിച്ച്
വേഗം മൂടട്ടെ. അപ്പൊ നമ്മുടെ മീനത് അക്കുറത്തിൽ കിട്ടണ്ട കേട്ടോ, ഒരു കണക്കിന്. ഓ, മേത്തൊക്കെ ആകെ നനച്ച് ചീച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, വെറും 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സിറ്റൗട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആ സമയം നമ്മുടെ അക്വേറിയത്തിലെ വെള്ളവും ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കാരണമായത് ഈ ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാവും, ഈ ഫോക്സ്റ്റെയിലിനാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അത് ഇട്ടുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ക്ലീനായത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ എടുത്ത് മാറ്റണമായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഇനി 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വെള്ളം ഇനി കൂടുതൽ ക്ലിയറായി വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.